ഫിംഗർ കൗണ്ട് ചെയ്യുക, അതിൻ്റെ ഒരു പ്രോഗ്രാം ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം റൺ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രൊസസ്സർ കുറച്ച് ഇതായതുകൊണ്ടാണ് ഡിലേ വരുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ക്യാമറ എന്നുള്ള വിഷ്വൽസ് ആണ്. ഒരു ഫിംഗർ കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് തന്നെ ഡ്രോണിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് അതിന് മുമ്പായിട്ട് ഫിംഗർ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ചെറുതായിട്ടൊന്ന് പറയാം. ക്യാമറയുടെ ഫ്രണ്ടിൽ കൈ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് മോണിറ്റർ ചെയ്തിട്ട് റിസൾട്ട് ഫൈനൽ ചെയ്യണം. ഇപ്പോൾ ഞാൻ 5 ആണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 5 എന്നുള്ളൊരു വാല്യൂ എഴുതി കാണിക്കുന്നു. അവിടെ ചെറിയൊരു ഡിലേ ഉണ്ടാവും, അത് ഓൾറെഡി സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഡിലേ ആണ് വരുന്നത്. ഞാനിപ്പോൾ 1 കാണിക്കുകയാണെങ്കിൽ 1 എന്നുള്ളൊരു സിമ്പിൾ എഴുതി കാണിക്കും. ഓക്കെ, 1 2 3 4 5 പിന്നെ 0യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 5 വരെയാണ് കൗണ്ട് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 5 വരെ കാണിക്കുന്നത്. ഇപ്പോൾ 2 കൈയും വെച്ചിട്ട് വേണമെങ്കിൽ 10 വരെ കൗണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് പോകുന്ന രീതിയിൽ വേറെ രീതിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതേ സിസ്റ്റം തന്നെ യൂസ് ചെയ്തിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ പ്രൊജക്റ്റിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ DJയുടെ ടെലോയുടെ ഡ്രോൺ പൈത്തണിൻ്റെ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ RC കമാൻഡ് യൂസ് ചെയ്തിട്ട് ഡ്രോണിനെ കൺട്രോൾ ചെയ്യുന്നു. പ്രോഗ്രാമത്ത് കൊടുത്തിരിക്കുന്നത് 5 കാണിക്കുമ്പോൾ ഫോർവേഡ് വരിക, മുമ്പോട്ടേക്ക് വരിക. ഡ്രോണിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 5 എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ കാണിക്കുമ്പോൾ ഫോർവേഡ് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ 0 കാണിക്കുമ്പോഴാണ് ഫോർവേഡ് മൂവ് ചെയ്യുന്നത്. നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എല്ലാം ക്ലോസ് ആയിട്ട് വയ്ക്കുന്ന സമയത്ത് ഫോർവേഡ് മൂവ് ചെയ്യും. 5 കാണിക്കുമ്പോൾ ബാക്ക്വേഡാണ് പോകുന്നത്, റിവേഴ്സ് ആയിരിക്കും പോകുന്നത്. ദെൻ 3 കാണിക്കുമ്പോൾ അപ്പ് ചെയ്യുക, മുകളിലേക്ക് പോവുക. 4 കാണിക്കുമ്പോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ അതിന് സ്പീഡ് കൊടുത്തിരിക്കുന്ന ഫോർവേഡ് കൊടുത്തിരിക്കുന്ന 15% സ്പീഡിൽ പോകുന്ന രീതിയിലാണ്. ബാക്ക്വേഡും -15%ലാണ് കൊടുത്തിരിക്കുന്നത്. 15% ആണ് ബാക്കിലേക്ക്, 15% സ്പീഡിൽ പോകും. ദെൻ അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിരിക്കുന്നത് 13%, 30% അതിൻ്റെ സ്പീഡ് കൊടുത്തിരിക്കുന്നത്. ദെൻ പിന്നെ കൊടുത്തിരിക്കുന്നത് 2 കാണിക്കുമ്പോൾ ഡ്രോൺ ക്ലോക്ക് വൈസ് തിരിയുക, ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുത്തിട്ടില്ല. 2 കാണിക്കുമ്പോൾ ക്ലോക്ക് വൈസ് തിരിയുക. ദെൻ 1 കാണിക്കുമ്പോൾ ഡ്രോൺ സ്റ്റേ ആയിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ ഫിംഗർ ഇല്ലെങ്കിലും സ്റ്റേ ആയിട്ട് അവിടെ തന്നെ നിൽക്കും, ആ ഒരു ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതെല്ലാം നമുക്ക് ഫിംഗർ വെച്ചിട്ട് ഡ്രോൺ അവിടെ സ്റ്റേ ആയിട്ട് നിർത്തുന്ന രീതി ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഡ്രോൺ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് റൺ ചെയ്യാം. ഞാനിവിടെ കീബോർഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. കീബോർഡ് യൂസ് ചെയ്തിട്ട് ഡ്രോണിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രോഗ്രാമും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുത്തിട്ടില്ല, അപ്പോൾ ക്ലോക്ക് വൈസ് തിരിഞ്ഞു പോവുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ താഴത്തേക്ക് കൊണ്ടുവരാനോ ഒത്തിരി താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൈ ഗെയിമിൻ്റെ വിൻഡോ ഇവിടെ എനേബിൾ ആയിട്ട് വരുന്നത്. വീഡിയോ സിഗ്നൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഡ്രോൺ ടേക്ക് ഓഫ് ആവത്തില്ല. നമ്മളിവിടെ കീബോർഡ് യൂസ് ചെയ്തിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ്, ടേക്ക് ഓഫ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഡ്രോൺ ടേക്ക് ഓഫ് ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ക്യാമറ എന്നുള്ള വിഷ്വൽസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് പ്രോസസ്സ് ചെയ്ത് വരുന്നതിനാണ്. പക്ഷേ ആക്ച്വലി ഈ ഒരു ഡിലേ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവത്തില്ല. എങ്ങനെയാണോ ഡിക്റ്റേറ്റ് ആവുന്നത് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും മൂവ്മെൻറ്റും കാര്യങ്ങൾ വരുന്നത്. ഇവിടെ നമുക്ക് RC കമാൻഡ് മൂവ് ചെയ്യുന്നത് കാണാം. ഫിംഗർ ഡിക്റ്റേറ്റ് ആവുന്നതിനനുസരിച്ച് അവിടെ RC കമാൻഡ് ഇവിടെ മൂവ് ചെയ്യുന്ന കാണാം. ഇപ്പോൾ 0 ആണ് ഇരിക്കുന്നത്, അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും. ഇൻ കേസ് ഞാനിപ്പോൾ ഇതിനകത്തു നിന്നുള്ള വിഷ്വൽസാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. വെബ് ക്യാമിൽ നിന്നുള്ള വിഷ്വൽസ് അല്ല, ഡ്രോണിൻ്റെ ക്യാമറ എന്നുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രോണിൻ്റെ ക്യാമറ എന്നുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി എൻ്റെ ഹൈറ്റ്. ഇപ്പോൾ ഇവിടെ മൂവ്മെൻറ്റ് മാറുന്ന കാണാം നിങ്ങൾക്കിവിടെ. ഈ സൈഡിൽ 0 ആണ്, -15 കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ 0 കാണിച്ചു, 0 കാണിച്ചു. ഡ്രോൺ ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്. 0 കാണിക്കുമ്പോൾ അടുത്തേക്ക് വരിക എന്നുള്ള മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ 50% സ്പീഡിനകത്ത് ഡ്രോൺ ഇങ്ങനെ ഫോർവേഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ ഡിസേബിൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1 കാണിച്ച് സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്ത് കഴിയുമ്പോൾ ഡ്രോൺ അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും. ഓക്കെ, സ്റ്റേബിളായിട്ട് നിൽക്കും. ഡ്രോൺ അന്നേരം സ്റ്റേബിളായിട്ട് നിൽക്കും. 5 കാണിക്കുവാണെങ്കിൽ ഡ്രോൺ ബാക്ക്വേഡ് മൂവ്മെൻറ്റ് പോകും.
ഇപ്പോൾ ഡ്രോൺ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കിവിടെ കമാൻഡ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരുവാണ്. കഴിഞ്ഞിട്ട് ഫ്ലൈ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ദെൻ 3 കാണിക്കുവാണെങ്കിൽ അപ്പ് മൂവ്മെൻ്റ് ആണ്. 3 വരുമ്പോൾ മേളിലേക്ക് ഡ്രോൺ മേളിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ള മൂവ്മെൻ്റ് ആണ്. ദെൻ 4 കാണിക്കുവാണെങ്കിൽ ഡൗൺ മൂവ്മെൻ്റ് ആണ്, ഡ്രോൺ താഴത്തേക്ക് വരിക എന്നുള്ളത്. 2 കാണിക്കുമ്പോൾ ഡ്രോൺ ക്ലോക്ക് വൈസ് തിരിയുക എന്നുള്ളതാണ് 2 കാണിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ ഡിലേ ഉണ്ട്. ഇത് പാർസി കമാൻഡ് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്കിതൊന്ന് ടേക്ക് ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഫിംഗർ എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ് ജസ്റ്റ് ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് എടുക്കുന്നു. അതിനനുസരിച്ച് ഡ്രോൺ മൂവ് ചെയ്യുന്ന എൻ്റെ ഒരു ടെസ്റ്റിംഗ് പർപ്പസാണ്.